കുടുംബം യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ഹേമലത വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഇന്ത്യയിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ അതിരാവിലെയുള്ള വിമാനത്തിൽ പോകാൻ ഇരിക്കുകയായിരുന്നു അവർ. രാത്രി താമസിക്കുന്നതിനായി മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോകാൻ സാധനങ്ങൾ അടുക്കുന്നതിനിടെയാണ് ഹേമലത പുറത്തേക്ക് പോയത്. ഗ്രേറ്റ് ബാറിലെ 1 മില്യൺ പൗണ്ട് വില വരുന്ന വീടിനകത്ത് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ തനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമെന്ന് ഹേമലത പറഞ്ഞതായി ഭർത്താവ് ജയപ്രകാശ് പറയുന്നു. നേരത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഹേമലത തന്റെ ഭർത്താവിനോട് പറയുന്നത് പുതിയ ജോലി ലഭിച്ചു എന്നായിരുന്നു. പുതിയ തൊഴിലുടമയുടെ ഓഫീസിലേക്ക് എന്നും പറഞ്ഞാണ് അവർ തന്റെ ലാഡ് റോഡിൽ പോയത്. എന്നാൽ 2 കുട്ടികളുടെ അമ്മയായ അവർ പോയത് പുതിയ തൊഴിലിടത്തേക്കല്ല, മറിച്ച് കോടതിയിൽ വിചാരണ നേരിടുന്നതിനായിരുന്നു. ഭർത്താവിനും മക്കൾക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു ഹേമലത തന്റെ മുൻ തൊഴിലുടമയിൽ നിന്നും ദീർഘകാലമായി നടത്തിയ തട്ടിപ്പിലൂടെ 1,66,000 പൗണ്ട് തട്ടിയെടുത്തു എന്ന കാര്യം. ജയപ്രകാശ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഹേമലത ബിർമിംഗ്ഹാം ക്രൗൺ കോടതിയിൽ വിചാരണ നേരിടുകയായിരുന്നു. വിചാരണയിൽ തട്ടിപ്പ് നടത്തിയതിലും പദവി ദുരുപയോഗം ചെയ്തതിലും അവർ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. കുടുംബത്തെ അറിയിക്കാതെ ഒരു കസ്റ്റോഡിയൽ വിചാരണ ഒഴിവാക്കാൻ കഴിയുമെന്നായിരുന്നു ഹേമലത പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷ ആസ്ഥാനത്തായി. 2 വർഷത്തേക്കും 3 വർഷത്തേക്കും അവരെ കോടതി തടവിന് ശിക്ഷിച്ചു. ജയിലിലേക്ക് പോകുന്ന വഴി അവർ വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. അതേസമയം തിരിച്ചു വരാതിരുന്ന അവരെ തേടി ഭർത്താവ് അന്വേഷണം ആരംഭിച്ചു. സമീപത്തുള്ള പ്രദേശങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ അന്വേഷിച്ചിട്ടും അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ റോഡ് അപകടം ഉണ്ടായതാകുമോ എന്ന് ഭയപ്പെട്ടതായും ജയപ്രകാശ് പറഞ്ഞു. പിന്നീട് പോലീസിൽ വിളിച്ച് ആളെ കാണുവാനില്ല എന്ന് പരാതിയും നൽകി. ഹേമലത അപ്രത്യക്ഷമായതിനു ശേഷം 12 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 10:30 മണിക്കാണ് ഭർത്താവും മക്കളും അവർ ശിക്ഷിക്കപ്പെട്ട വിവരം അറിയുന്നത്. അതും അവരുടെ മുൻ തൊഴിലുടമ ഇക്കാര്യം ഒരു കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഈ സംഭവം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയതെന്നും ജയപ്രകാശ് പറയുന്നു. തങ്ങൾക്ക് ഈ തട്ടിപ്പിന്റെ കാര്യം അറിവില്ലായിരുന്നു എന്നും അയാൾ പറയുന്നു. തങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ആകെ തകർന്നിരിക്കുകയാണെന്നും ജയപ്രകാശ് പറയുന്നു. നഗരഹൃദയത്തിലുള്ള നോർത്ത് വേക്ക് എസ്റ്റേറ്റ് ഏജൻസിയിലായിരുന്നു 44-കാരിയായ ഹേമലത 12 വർഷക്കാലം ജോലി ചെയ്തിരുന്നത്. ഇതിനിടയിലായിരുന്നു കമ്പനി അക്കൗണ്ടിൽ നിന്നും ക്ലയന്റുകളുടെ അക്കൗണ്ടിൽ നിന്നും നിയമവിരുദ്ധമായ ഇടപാടുകളിലൂടെ പണം തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നത്. ഇതിൽ കുറച്ചു പണം തന്റെ കുട്ടിയുടെ സ്കൂൾ ഫീസ് നൽകാൻ ഉപയോഗിച്ചെന്ന് ഇവർ പറയുന്നു. ബാക്കി പണം ഇന്ത്യയിലെ പ്രളയം മൂലം വീടുകൾ നഷ്ടപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഉപയോഗിച്ചു എന്നും ഇവർ പറയുന്നു. ഇവരുടെ പേരുകളും പ്രളയബാധിതരെ സഹായിച്ച കാര്യവുമൊക്കെ ഇവർ ഒരു മലയാളിയാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. അതേസമയം കുട്ടിയുടെ ഫീസ് താനാണ് നൽകിയതെന്ന് ജയപ്രകാശ് പറയുന്നു. നാട്ടിലെ ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർക്കാർക്കും ഹേമലതയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ജയപ്രകാശ് പറയുന്നു. ഇതോടെ ഹേമലതയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്.